ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തൊക്കെ വർത്താനം, എല്ലാവർക്കും സുഖം വിചാരിക്കുന്നു. അപ്പോൾ അതാ നേരെ ഷോർട്ട് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വേറൊന്നുമല്ല, ഈ ചൂട് കാലത്തൊക്കെ മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കോൺ ഐസ്ക്രീമാണ് കേട്ടോ. ഡാർക്ക് ചോക്ലേറ്റ് വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിത് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളത് കുറച്ച്, എന്നിട്ട് നമ്മൾ കുറച്ചൊരു പൈപ്പിംഗ് ബാഗിലാക്കി കൊടുക്കണം. അപ്പോൾ ഈ പൈപ്പിംഗ് ബാഗ് എല്ലാ കേക്കും കടയിൽ നിന്നും വാങ്ങാൻ കിട്ടും. അപ്പോൾ അത് എടുത്തതിന് ശേഷം നമ്മളിതുണ്ടല്ലോ ഒരു ഗ്ലാസ്സിൽ വെച്ചിട്ട് നിറച്ച് ഇതൊരു ഭാഗം ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മളിതൊന്ന് ചൂടുവെള്ളത്തിലൊന്ന് മുക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ അതായത് ഉണ്ടല്ലേ, ഇതേമാതിരിക്ക് കുറച്ച് സമയം ഒന്ന് മുക്കി കൊടുക്കുക, പെട്ടെന്ന് തന്നെ മെൽറ്റാക്കി കിട്ടും. അപ്പോൾ അതായത് മെൽറ്റാക്കി എടുത്തതിന് ശേഷം നമ്മളിതുണ്ടല്ലോ ഒരു സ്പൂണോ കയ്യിലോ എന്തെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ എല്ലായിടത്തും ആക്കി കൊടുക്കുക, ഒന്ന് കറക്റ്റ് ലെവൽ ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മളിതുണ്ടല്ലോ ഒന്ന് നിവർത്തിയതിന് ശേഷം നമ്മളിതൊന്ന് ഫ്രീസറിൽ വെച്ച് കൊടുക്കണം. കുറച്ച് സമയം ഫ്രീസറിൽ വെച്ചതിന് ശേഷം നമ്മളിത് അപ്പോൾ തന്നെ തിരിച്ചു കൊടുക്കണം കേട്ടോ, വേറിട്ടുകൊണ്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഹോൾസായി കിട്ടുള്ളൂ. അപ്പോൾ നമ്മളിതിൽ ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ ചേർക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ സെറ്റായി വന്നതിന് ശേഷം നമ്മളത് ഫ്രീസറിൽ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് വിപ്പിംഗ് ക്രീമാണ്. ഇനി വിപ്പിംഗ് ക്രീമോ അല്ലെങ്കിൽ ഐസ്ക്രീമോ അല്ലെങ്കിൽ മാംഗോ വെച്ചിട്ട് ഐസ്ക്രീമൊക്കെ ഉണ്ടാക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. അതിക്ക് കുറച്ച് വാനില എസൻസും കുറച്ച് ഡാർക്ക് ചോക്ലേറ്റും കൂടെ ക്രഷ് ചെയ്ത് കണ്ടിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളിത് നല്ലോണം ഒന്ന് പതിപ്പിച്ചെടുക്കുകയാണ്. കേക്കിന് യൂസ് ചെയ്യുന്ന മാതിരി അത്രക്ക് പതിപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് കുറഞ്ഞ സമയം ഒന്ന് നല്ല അടിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഡാർക്ക് ചോക്ലേറ്റും കൂടെ ക്രഷ് ചെയ്ത് കണ്ടിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നല്ലോണം ഒന്നും കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മൾ പിന്നെ ഫ്രീസറിൽ വെച്ച് നമ്മൾ ഡാർക്ക് ചോക്ലേറ്റിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അതെടുത്തിട്ടുണ്ടല്ലോ, അത് വിപ്പിംഗ് ക്രീം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അത് നല്ല സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളിതുണ്ടല്ലോ കവറിൽ ഇങ്ങനെ തന്നെയാണ് വെച്ചിട്ട് നമ്മൾ വിപ്പിംഗ് ക്രീം ഇതിൻ്റെ ഉള്ളിലേക്ക് ആക്കി കൊടുക്കണം ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ കുറച്ച് സമയം ഒന്ന് ഫ്രീസറിൽ വെച്ചിട്ട് ഒന്ന് സെറ്റ് ആയതിനു ശേഷം നമ്മൾ ഇതിൻ്റെ മേലേക്ക് ഡാർക്ക് ചോക്ലേറ്റോ അപ്പോൾ ഇതാ നമ്മളിതുണ്ടല്ലോ വിപ്പിംഗ് ക്രീമൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഒഴിച്ചെടുത്തതിന് ശേഷം നമ്മളിത് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഡാർക്ക് ചോക്ലേറ്റ് അല്ലെങ്കിൽ ചെറീസ് പല എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോക്ക് വേണ്ടിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഒന്നും ഇട്ടിട്ട് കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഡാർക്ക് ചോക്ലേറ്റ് ക്രഷ് ചെയ്തിട്ട് കൊടുത്താൽ അത്രയ്ക്കും ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് ഞാൻ കുറച്ച് ചെറീസും ഡാർക്ക് ചോക്ലേറ്റൊക്കെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ലൊന്ന് സെറ്റായി വന്നതിന് ശേഷം തണുത്തതിന് ശേഷം ഉണ്ടല്ലോ ഇതിൻ്റെ കവറൊന്ന് കട്ട് ചെയ്ത് വെള്ളം ഒന്ന് ഊരിയെടുക്കുക. അപ്പോൾ ഒന്നും പൊട്ടാതെ നല്ല ഊരിയെടുക്കണം. അപ്പോൾ അത് അത്രയേ ഉള്ളൂ, അടിപൊളിയാണ്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഇഷ്ടപ്പെടും. അപ്പോൾ അതിൻ്റെ ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ, ഒന്ന് കയറി കണ്ടു നോക്കുക.